അത് ഡയറക്ടർ എന്നോട് അങ്ങനെ പറഞ്ഞു. ആ നോബിച്ചേട്ടൻ കിട്ടുമായിരിക്കും അല്ലേ? അത് സെക്കൻഡ് പാർട്ടിലൊരു പെണ്ണ്. താങ്ക് യു. ഞാൻ പറഞ്ഞ അന്ന് പെണ്ണിടാൻ വന്നപ്പം സമ്മതിച്ചിരുന്നെങ്കിലേ മരണത്തിന് ലാസ്റ്റ് നിൽക്കായിരുന്നു ക്ലൈമാക്സിൽ. ഡയറക്ടറോട് പറയണം. എന്റെ പേര് പോലും വെച്ചിട്ടില്ലെന്ന് തോന്നുന്നു പടത്തില്. സമ്മതിക്കാത്തോണ്ട് അന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ പേര് വെച്ചല്ലേ. ഇത് നല്ല നന്മയുള്ള സിനിമയാണ്, മനുഷ്യത്വമുള്ള സിനിമ. നല്ലൊരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. എത്രമാത്രം പ്രായോഗികമെന്നറിയില്ല. എന്തായാലും മക്കൾ പേരൻസിനെ നോക്കാതിരിക്കുന്നത് ശരിയല്ല. അങ്ങനെ നല്ല ഈ കാലത്ത് അങ്ങനെ കുറേ കേസുണ്ട്. മനുഷ്യത്വവും നന്മയുള്ള ആവശ്യമുണ്ട്. നല്ലൊരു ഐഡിയ ആണ്, പക്ഷേ എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. നന്നായി അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. നോബിയാണ്, എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ഫിലിം. ഒരുപാട് നാൾ ശേഷം മലയാളത്തിൽ ഇങ്ങനെ സിനിമ കാണും. നല്ലൊരു ഹാർട്ട് ടച്ചിങ് മൂവിയാണ്. മലയാള സിനിമയിലൊരു പുതിയൊരു നായകൻ കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ജയരാജ് കോഴിക്കോട് ചേട്ടൻ മികച്ച ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡ് ഇമോഷണൽ സിനിമയാണ്. ഒരു പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിക്കപ്പെടുന്നു, തുടർന്ന് പ്രായമായിട്ടും കല്യാണം കഴിക്കുന്ന, അവസാനം മരണത്തിൽ അവർക്ക് ഒന്നിക്കുന്ന ഒരു മെസ്സേജുള്ള സിനിമയാണ്. പിന്നെ അഭിജിത്ത് അശോകൻ്റെ മികച്ച ഡയറക്ഷനും ഈ സിനിമയ്ക്ക് വർക്കൗട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ കാണേണ്ട സിനിമയാണ് ജനനം. 1947 പ്രളയം തുടരും. നായിക ലീല സാംസൺ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും പ്രായമായപ്പോഴാണ് സിനിമയിൽ അഭിനയിച്ചത്. അപ്പോൾ അതൊരു നല്ലൊരു തുടക്കത്തിന് ഇങ്ങോട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല മൂവിയാണ്. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു. ഒത്തിരി ചിരിക്കാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. എല്ലാവരുടെ ആക്ടിങ് സൂപ്പറായിരുന്നു. നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എല്ലാവരുടെയും. താങ്ക് യു. മനോഹരമായ പടം കണ്ടിറങ്ങിയിട്ട് വന്ന സംതൃപ്തിയാണ്. പടത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഈ പടം വന്ന് കണ്ട് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. പടം അത്ര ഫീലിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള കൊച്ചു പടങ്ങൾ മലയാളത്തിൽ ഇങ്ങനെ വന്നു പോകുന്നു എന്നുള്ളത് നമ്മുടെ ആളുകൾ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത് കാണേണ്ടതാണ്. ഞാൻ ആ പടത്തിൻ്റെ ഒരു പ്രത്യേകതയും പറയുന്നില്ല. പക്ഷേ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം, ധൈര്യമായിട്ട് വന്നിരുന്ന് കാണാം. നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യുക. മലയാളത്തിൽ ഇതുപോലത്തെ സിനിമകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം സിനിമകളിൽ എല്ലാവർക്കും, കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം ജനങ്ങൾക്കും വന്നിരുന്ന് കാണാവുന്ന മനോഹരമായ ചിത്രമാണ്. പടത്തിൻ്റെ ഒരു പ്രത്യേകതയും ഞാൻ പറയുന്നില്ല. ആ പോസ്റ്റർ കാണുമ്പോൾ അറിയാം, ഒരു കുഞ്ഞ് ചിത്രമാണ്, വലിയ താരനിരയൊന്നും ഇല്ലാത്ത. നിങ്ങൾ വരിക, വന്ന് കാണുക. ഇതുപോലുള്ള സിനിമകളെ വിജയിപ്പിക്കേണ്ടത് നമ്മളുടെ സമൂഹത്തിൻ്റെ കൂടി ഉത്തരവാദിത്തോടും. ഇത് എന്ന് വെച്ചിട്ട് ഭയങ്കര ഗൗരവമുള്ള സിനിമ ആണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇങ്ങനെ പറയുമ്പോൾ. അല്ല, ക്യൂട്ടായിട്ടുള്ള തമാശയും അതുപോലെ കുടുംബജീവിതത്തിൻ്റെ ചെറിയ കച്ചക്കലുകളും നമ്മുടെ ഒറ്റപ്പെടലും ഒക്കെ ഉള്ള കുഞ്ഞു സിനിമ. വരിക, വന്നെല്ലാവരും കാണുക. മലയാള സിനിമയ്ക്ക് പുതിയൊരു നായകനെയും കിട്ടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും പുതിയൊരു നായകനും അതുപോലെ തന്നെ ഒരു സംവിധായകൻ, തിരക്കഥാകൃത്ത്, ക്യാമറ, സംഗീതം, അങ്ങനെ എല്ലാം ഒത്തിണങ്ങിയ സിനിമയാണ്. ഇത് വന്ന് ഫീൽ ചെയ്യുക. ഞാൻ അതിൻ്റെ മറ്റ് പ്രത്യേകതകളൊന്നും പറയുന്നില്ല. മലയാളികൾ എല്ലാവരും വന്ന് കാണേണ്ട ഒരു സിനിമയാണ്. ഇത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. നിങ്ങൾ വന്ന് കണ്ടാൽ, ഒരാൾ വന്ന് ഈ സിനിമ കണ്ടാൽ നിങ്ങൾ 10 പേരോട് പറയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് നമ്മൾ കാഴ്ചക്കാരുടെ കയ്യിലിരിക്കുന്ന സിനിമയല്ല, പ്രൊമോഷൻ്റെയോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിൻ്റെ കയ്യിലിരിക്കുന്ന സിനിമയല്ല, നിങ്ങളുടെ കാഴ്ചക്കാരുടെ കയ്യിലിരിക്കുന്ന സിനിമയാണ്. നിങ്ങൾ കണ്ട് വിജയിപ്പിക്കണം. നന്നായിരുന്നു. എൻ്റെ തന്നെ പടം നമ്മൾ പിള്ളേരെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ അച്ഛനമ്മമാരുടെ ഒരു ഏജൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അവരുടെ ആഗ്രഹത്തിനൊപ്പം മക്കളും നിൽക്കേണ്ടതാണ്. അപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു മെസ്സേജ്. നമുക്ക് സങ്കടം വരും. ലാസ്റ്റ് സങ്കടം വന്നു. സങ്കടം വന്നിട്ടുണ്ടല്ലോ. ഭയങ്കര നല്ല സിനിമ. എല്ലാവരും കാണണം. പ്രത്യേകിച്ച് പിള്ളേരാണിത് കണ്ടിരിക്കേണ്ടത്. കാരണം നമ്മൾ അച്ഛനമ്മമാരുടെ അവരുടെ ഒക്കെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെപ്പോഴും നമ്മളുടെ ഫാസ്റ്റ് ലൈഫിൽ മാത്രമല്ല നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണാം. ഹലോ, എൻ്റെ പേര് ശിവരാജ് എന്നാണ്. ഞാൻ ഒരു ആക്ടറാണ്. ഹോസ്റ്റലിൽ ജഗദീഷ് ചേട്ടൻ്റെ ചെറുപ്പം ചെയ്ത ആളാണ്. ചില സിനിമകളുണ്ട് നമുക്ക് എന്താ പറയുക, അയ്യോ എനിക്ക് ഇപ്പോഴും കരച്ചിൽ വരുന്നു. നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കത് തിയേറ്ററിലിരുന്ന് ഫീൽ ചെയ്യണം.
നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൊണ്ടുപോകണം. നമ്മൾ ചില സമയത്ത് നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെയും പാരൻസിൻ്റെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ മറന്നുപോകും. അവർ നമ്മൾ ചില സമയത്ത് നമ്മളെപ്പോലെ അവരെ കാണാൻ നമ്മൾ ചില സമയത്ത് മറന്നുപോകും. ഇതൊരു വലിയ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഭയങ്കര ഇമോഷണലായി. പടം തുടക്കം തൊട്ട് അവസാനം വരെ ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. ഇതിലെ ടീച്ചറും മാഷും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നിറകണ്ണുകളോടെ ആണ് ഈ സിനിമ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സിനിമയെപ്പറ്റി പറയണമെന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ നിന്ന് സംസാരിക്കുന്നത്. ഉള്ളിത്തട്ടി പറയുകയാണ്, ഈ സിനിമ നിങ്ങളെല്ലാവരും കാണണം, വിജയിപ്പിക്കുന്നതിനുപരി കാണുന്ന ഒരാൾക്ക് എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് ചിരിച്ചോ കണ്ണ് നിറഞ്ഞ് ഈ സിനിമ കാണാൻ പറ്റും. നിങ്ങളെല്ലാവരും കാണണം. അത്രേ പറയും. വിജയിപ്പിക്കുക എന്നൊക്കെ പറയണത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. ഈ സിനിമ എന്തായാലും നിങ്ങൾ ഓരോരുത്തരും കാണണം. താങ്ക് യു സോ മച്ച്. ഒരു കുടുംബ ചിത്രമാണ്. അതായത് കുഞ്ഞു കുട്ടികൾക്ക് മുതൽ പ്രായമായവർക്ക് വരെയും കാണാൻ പറ്റുന്ന ഒരു നല്ല ചിത്രമാണിത്. അതിലുപരി എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് സന്തോഷ് അനിമയാണ്. സന്തോഷ് ചേട്ടനാണ് ഇതിനകത്ത് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. ക്യാമറ എന്ന് പറയുന്നത് അത് നാച്ചുറൽ ലൈറ്റിൽ ഒരുപാട് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അതാണ് എനിക്ക് ക്യാമറമാൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളതെങ്കിൽ ഏറ്റവും രസകരമായിട്ടാണ് ആ നാച്ചുറൽ ലൈറ്റിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് നല്ലൊരു കുടുംബചിത്രമാണ്. എല്ലാവരും വന്ന് കാണണമെന്നാണ് ഞാൻ പറയണത്. ഓക്കെ, താങ്ക് യു.